നബിദിനം ആഘോഷിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് പോലും. കേട്ടു നോക്കൂ. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ഈ മുസ്ലിയാരോട് തന്നെ കഴിഞ്ഞ വർഷം ചോദിച്ച കാര്യങ്ങളാണ്, പക്ഷേ ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഖുർആനോട് തോന്നിയ അർത്ഥം പറഞ്ഞാൽ, തോന്നിയ വ്യാഖ്യാനം നൽകിയാൽ അതിൻ്റെ അപകടം എത്ര വലുതാണ്. ഇപ്പം ഈ ആയത്ത് ഇയാൾ ഓതുമ്പോൾ 4 കാര്യങ്ങൾ ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ചോദ്യം, ഈ ആയത്ത് ആദ്യമായി ഇറങ്ങിയത് ആർക്കാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്, സംശയമില്ലല്ലോ. അപ്പോൾ ഈ ആയത്തിൽ നബിദിനം ആഘോഷിക്കാനുള്ള കൽപ്പനയാണുള്ളതെങ്കിൽ അത് ആദ്യമായി നടപ്പിലാക്കേണ്ടത് നമ്മുടെ ജീവനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്തു കാണിച്ചു തന്നോ? ഇല്ല. അപ്പോൾ ഈ കൽപ്പന പ്രാവർത്തികമാക്കാതെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വഫാത്തായി പോയത് എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ആയത്തൊക്കെ ഓതാൻ എളുപ്പമാണ്, പക്ഷേ അങ്ങനെ ആയത്ത് ഓതിയാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി രണ്ടാമതായി നിങ്ങൾ ചിന്തിക്കുക, ഓരോ നന്മയും നടപ്പിലാക്കാൻ നമ്മളെക്കാൾ മത്സരം കാണിക്കുന്ന സ്വഹാബത്ത്, ഇങ്ങനൊരായത്ത് ഖുർആനിലുണ്ടായിട്ട് അവരുടെ ജീവനായ, അവരവരുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ, നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് ഖുർആനിലുണ്ടായിട്ട് ഏതെങ്കിലും സഹാബിമാർ ചെയ്തോ? ചെയ്തില്ല. താബിഉകൾ ചെയ്തോ? അവരും ചെയ്തില്ല. താബിഉകൾ ചെയ്തോ? അഇമ്മത്തുകൾ ചെയ്തോ? അവർക്കാർക്കും ഇത് മനസ്സിലായില്ല. ആലോചിക്കണേ, ചിന്തിക്കണേ. ഇനി അതൊക്കെ പോകട്ടെ, പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്ത് എടുത്തിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഇത് നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇയാൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇനി അറബി ഗ്രന്ഥങ്ങളൊക്കെ പോകട്ടെ, നമ്മുടെ കേരളക്കരയിൽ മലയാളത്തിലുള്ള കുറേ തഫ്സീറുകളില്ലേ? സമസ്ത പാളയത്തിൽ തന്നെ മലയാളത്തിൽ കുറേ തഫ്സീറുകളുണ്ടല്ലോ. ആ തഫ്സീറുകളിൽ ഏതെങ്കിലും ഒരു തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇത് നബിദിനാഘോഷത്തിനുള്ള തെളിവാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് പോലും അത് മനസ്സിലായില്ല, സമസ്തക്കാർക്ക് പോലും അത് മനസ്സിലായില്ല. ഇയാൾക്കാണിത് മനസ്സിലായത്. എത്രമാത്രം വലിയ അപകടമാണ്. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് അവൻ്റെ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ജാഗ്രത പാലിക്കുക.